പാമ്പാറ്റിൽ ചാടിയ കവിതയുടെ മൃതദേഹം കണ്ടെടുത്തു. കോവിൽക്കടവ് തെങ്കാശിനാഥ ക്ഷേത്ര ദർശനത്തിനു ശേഷം 17-ാം തീയതി വൈകുന്നേരം 6:30 മണിക്ക് പറക്കമുറ്റാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടിയ ശിവരാമന്റെ ഭാര്യ കവിതയുടെ മൃതദേഹം പട്ടത്തലച്ചി ഭാഗത്തുള്ള ആറ്റിൽ വലവിരിച്ച സ്ഥലത്തുനിന്നും കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയ സമയത്തു തന്നെ മറയൂർ ചാനൽ റിപ്പോർട്ടർ സ്ഥലത്തെത്തുകയും തത്സമയം വിശദാംശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്നും കവിതയുടെ ഇരുകരങ്ങളും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ മൃതദേഹം കരയ്ക്കെടുത്തപ്പോൾ കൈകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മടങ്ങി ഇരുന്നതായിരുന്നെന്നും മനസ്സിലായി. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് 10 ദിവസം പഴക്കമുള്ള ജീർണിച്ച ജഡം കരയ്ക്കെടുത്തു. മറയൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മറയൂർ ഗ്രാമത്തിലുള്ള ശ്മശാനത്തിൽ മൃതദേഹം വൻ ജനാവലിയോടെ ആചാരപ്രകാരം സംസ്കരിച്ചു. മറയൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ താൽക്കാലിക വാച്ചറാണ് കവിതയുടെ ഭർത്താവ് ശിവരാമൻ. കവിത എടുത്തിട്ട മക്കളായ 3 വയസ്സ് പ്രായമുള്ള കാവ്യയും 5 വയസ്സ് പ്രായമുള്ള ജീവയും അത്ഭുതകരമായി ആദിവാസി കുടിയിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നതിനായി സ്ഥാപിച്ച പൈപ്പ് ലൈൻ വഴി രക്ഷപ്പെടുകയായിരുന്നു.